ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഞങ്ങളുടെ വലിയ മാറ്റമില്ലാത്ത വചനങ്ങൾക്കാട് സ്തോത്രം. എത്ര ഘനമേറിയ വചനങ്ങൾ, എത്ര ആഴമേറിയ വചനങ്ങൾ. അങ്ങയുടെ രക്ഷയുടെ നീളവും ആഴവും ഉയരവും കർത്താവേ ഞങ്ങൾക്ക് അണക്കുവാൻ കഴിയുകയില്ല. എത്രയോ ആഴമപ്പ. ഞങ്ങൾ പാപത്തിന്റെ ചേറ്റിൽ കിടന്നപ്പോൾ, എത്രയോ ഞങ്ങൾ അകന്നു പോയപ്പോഴും അത്രത്തോളം ഞങ്ങളെ സ്നേഹിച്ച്, അത്രത്തോളം ഞങ്ങളെ തേടി വന്ന അങ്ങയുടെ വലിയ സ്നേഹം, അങ്ങയുടെ വലിയ രക്ഷ കർത്താവെ എന്തുകൊണ്ട് ഞങ്ങൾ പകരം തരുമപ്പ? ഞങ്ങളൊരു തീരുമാനമെടുക്കുന്നു അപ്പ. ഞങ്ങൾ രക്ഷിക്കപ്പെടും. ഞങ്ങൾ രക്ഷയുടെ ജീവിതത്തിൽ, രക്ഷയുടെ അനുഭവത്തിൽ ഞങ്ങൾ ജീവിക്കും. അന്ത്യത്തോളം അങ്ങയുടെ സാക്ഷികളായിട്ട് ഞങ്ങൾ ജീവിക്കും. അങ്ങനെ തീരുമാനമെടുക്കുന്ന ഓരോ മക്കളെയും അങ്ങനെ സന്ദർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കർത്താവെ നിത്യജീവന്റെ വചനം, ദൈവമേ എത്ര വില കൊടുത്താലും കിട്ടാത്തൊരു വചനം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഞങ്ങൾ കേൾക്കേണ്ടുന്ന ഏറ്റവും വലിയ സത്യം ഞങ്ങൾ അങ്ങ് കേൾപ്പിച്ചുകൊല്ലാനായി സ്തോത്രമപ്പ. കർത്താവെ അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ തീരുമാനമെടുത്ത എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ആരൊക്കെ കർത്താവ് രക്ഷിക്കപ്പെടുവാൻ തീരുമാനമെടുത്തവരുണ്ട്, സ്നാനപ്പെടാൻ തീരുമാനമെടുത്തവരുണ്ട്, അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പ. ദൈവമേ അവരുടെ ജീവിതത്തിലെ വഴികളെ തുറക്കണമേ അപ്പ. സാഹചര്യങ്ങൾ ഒരുക്കണമേ കർത്താവെ. ദൈവരാജ്യത്തിലേക്ക് ആ സമർപ്പണമെടുത്ത ഓരോ മക്കളെയും ക്ലെയിം ചെയ്യുന്ന കർത്താവെ, അവരോരുത്തരും ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് കർത്താവ് വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പ. അവരെ പിടിച്ചു വച്ചിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളും, പിശാചിന്റെ ബന്ധനങ്ങളും, രോഗങ്ങളും, ബാധകളും, വ്യാധികളും എല്ലാം അഴിഞ്ഞു പോകാൻ കൽപ്പിക്കുന്നു. സകലവും വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. ക്യാൻസറുകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മുഴകൾ അലിഞ്ഞ് അപ്രത്യക്ഷമാകട്ടെ. ബ്ലീഡിംഗ് എല്ലാം സ്റ്റോപ്പ് ആകട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. മുടന്തർ എഴുന്നേൽക്കട്ടെ കർത്താവേ. ചെകിട കർത്താവേ അവരുടെ ചെവികൾ തുറക്കട്ടെ അപ്പ. കാഴ്ച ശക്തികളെല്ലാം തിരികെ വരട്ടെ കർത്താവേ. ജോയിന്റ് പെയിനുകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നീരുകളെല്ലാം സൗഖ്യമാകട്ടെ കർത്താവേ. ഡയബറ്റിക്കിന്റെ പ്രശ്നങ്ങളെല്ലാം നോർമൽ ആകട്ടെ കർത്താവേ. ഓരോ നാഡീ ഞരമ്പുകളെ തുളച്ചു ചെല്ലുന്ന അങ്ങയുടെ വചനം, വചനത്തെ അയച്ച് സൗഖ്യമാക്കുന്ന യഹോവ റാഫ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതലിന് തടസ്സമായിട്ട് പിടിച്ചു വെച്ചിരുന്ന പിശാചിന്റെ കോട്ടകളെ, പിശാചിന്റെ കൈകളെ വചനമെന്നുള്ള വാളുകൊണ്ട് വെട്ടുന്നോപ്പ. കർത്താവേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരൊക്കെയോ കർത്താവേ മക്കളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. മക്കളില്ലാതെ അനേകം നാളുകളായിട്ട് അനേകരുടെ നിന്നയും പരിഹാസവും ഒക്കെ സഹിച്ചുകൊണ്ട് കഴിയുന്നവരുണ്ട്. കർത്താവേ ഇന്ന് അങ്ങയുടെ വചനം അവരെ സ്പർശിക്കുകയാൽ നന്ദിയപ്പ. അവരിത് വിശ്വസിക്കുവാൻ തയ്യാറാകുമ്പോൾ അവരുടെ ജീവിതത്തിലെ മച്ചി എന്നുള്ള കളിയാക്കുന്ന വിളികളെല്ലാം മാറി ഇന്നു മുതൽ ക്രിസ്തുവിന്റെ മണവാട്ടിയായിട്ട് മാറുവാൻ തീരുമാനമെടുക്കുമ്പോൾ അവരുടെ ഗർഭഫലത്തെ അനുഗ്രഹിക്കുന്നു അപ്പ. അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ ഉണ്ടായിരിക്കട്ടെ കർത്താവെ. അങ്ങനെ ഉണ്ടായവരുടെ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്ന ദൈവത്തിന്റെ അഭിഷിക്തന്മാർ അവരുടെ വരട്ടെ കർത്താവെ. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥനയെക്കാളും സ്വർഗീയ പിതാവേ, ആമേൻ.